ഒരു സ്ത്രീ ഒരു പീഡനാരോപണം ഉന്നയിക്കുമ്പോൾ മറ്റു തരത്തിലുള്ള ചർച്ചകളോ നിയമ നടപടികളോ ഇല്ലാതെ ഒരാളെ പീഡനവീരനാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മുടെ TV ചാനലുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ വന്നിട്ട് പഴയ കാലങ്ങളിൽ തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും പറയുന്ന പല കാര്യങ്ങളും ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ എങ്ങനെയാണ് പീഡനവീരനാകുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ മീഡിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ കോടതിയും വക്കീലും ഒക്കെ ആവുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വിധി പ്രസ്താവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തില് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മീഷൻ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും വന്നിട്ട് പലതരത്തിലുള്ള തുറന്നു പറച്ചിലുകളായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മീഡിയ ആ തുറന്നു പറച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ സ്ത്രീപക്ഷവാദികളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ സ്ത്രീകളും എല്ലാ തുറന്നു പറച്ചിലുകളും സത്യസന്ധമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതേ മാതൃകയിൽ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്ത്രീ കേരളത്തിലെ മീഡിയകൾക്ക് മുമ്പിൽ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, സരിത എസ് നായർ. ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തുറന്നു പറച്ചിൽ, കേരളത്തിലെ പല രാഷ്ട്രീയ പ്രമുഖർക്കെതിരെ ഒരു തുറന്നു പറച്ചിൽ, തന്നെ പീഡിപ്പിച്ചു ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നത്. അന്ന് ഞാൻ ആലോചിച്ചു, ഈ പ്രായമുള്ള ഉമ്മൻചാണ്ടിയൊക്കെ ഒരാളെ പീഡിപ്പിച്ചോ? അന്ന് ഞാൻ വിശ്വസിച്ചു ഉമ്മൻചാണ്ടി ഇത്ര ക്രൂരനാണോ? അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ തുറന്നു പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് വിധി പ്രഖ്യാപിക്കുന്നു മാധ്യമങ്ങൾ, വിചാരണ ചെയ്യുന്നു മാധ്യമങ്ങൾ. സരിതാ എസ് നായർ ഓരോ ഇലക്ഷൻ സമയത്തും ഇതുപോലുള്ള ആരോപണമായിട്ട് വരും, പിന്നെ അവരെ കാണാറില്ല, പിന്നും വരും, പിന്നെയും കാണാറില്ല. മാധ്യമങ്ങൾ പോകും, റിപ്പോർട്ട് എടുക്കും, പ്രസിദ്ധീകരിക്കും, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇതൊക്കെ എടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഉമ്മൻചാണ്ടി പീഡനവീരനല്ല എന്ന് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീ വന്നിട്ട് ഒരാൾക്കെതിരെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പീഡനാരോപണം ഉന്നയിക്കുന്നു. കേരളത്തിലെ മീഡിയ അതെടുത്ത് വാർത്തയാക്കുന്നു, എടുത്ത് പ്രചരിപ്പിക്കുന്നു, ഒരാളെ വിചാരണ ചെയ്യുന്നു, ഒരാളെ തൂക്കിക്കൊല്ലാൻ പറ്റുന്ന രീതിയിൽ വരെ എത്തിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി, അവരുടെ കുടുംബം, അവരുടെ കുട്ടികൾ, ഇവരനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറ്റി നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടി ഒടുവിൽ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ഈ ക്രൂശിച്ച വിചാരണ ചെയ്ത ഈ മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ ഓടുന്നത് കാണും. ആ ഉമ്മൻചാണ്ടിയെ മഹാത്മാഗാന്ധി 2 ആണെന്നൊക്കെ പറയുന്നു കേട്ടു. ചില മാധ്യമ പ്രവർത്തകർ കരയുന്ന പോലെയൊക്കെ കാണിക്കുന്നത് കണ്ടു. ഇതേ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഈ ന്യൂസ് റൂമിനകത്ത് സരിതാ എസ് നായരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്തത്, ആക്രമിച്ചത്, ആക്ഷേപിച്ചത്. ഒടുവിൽ എന്തായി? ഇത് തെറ്റായ രീതിയിലുള്ള ആരോപണമാണെന്ന് തെളിയിച്ചു. അവിടെ ഒരു സ്ത്രീയാണ് ആരോപണം ഉന്നയിച്ചത്. ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അധ്യാപകനെതിരെ ഫേക്ക് ആയിട്ടുള്ള പോസ്കോ കേസ് കൊടുത്ത വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫേക്ക് ആയിട്ടുള്ള പീഡന പരാതി കൊടുത്ത് ജയിലിൽ പോയിട്ട് തിരിച്ച് സത്യം തെളിയിച്ച് വന്നവരുടെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അത് പൂർണ്ണമായിട്ടും കൊടുക്കാം. അപ്പോൾ സ്ത്രീകൾ പറയുന്ന എല്ലാം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. പിന്നെ സ്ത്രീകൾ പറയുന്നത് വിശ്വസിക്കേണ്ടതുണ്ട്. പക്ഷെ അവർ പറയുന്നതിനകത്ത് നമുക്ക് കൂടി മനസ്സിലാകണം ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ. ഇന്നലെ രേവതി സമ്പത്ത് എന്ന ഒരു പെൺകുട്ടി വന്നിട്ട് പല ആൾക്കാർക്കുമെതിരെ നീണ്ട ഒരു ലിസ്റ്റോടെ അവർ സംസാരിക്കുന്നത് കണ്ടു. രേവതി സമ്പത്ത് ആദ്യമായിട്ടൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഞാൻ വേറെ ആരുടെയും കാര്യങ്ങൾ പറയുന്നില്ല. എനിക്ക് ഡൈജസ്റ്റ് ആവാത്തത് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലാണ്. ഇവർ പലപ്പോഴും ഇതുപോലെ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രേവതി സമ്പത്ത് എന്ന് പറയുന്നൊരു പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഇതുപോലെ ഒരു കമ്മിറ്റി വരുന്നത് കേരളത്തിലാണ്. കേരളത്തിലൊരു കമ്മിറ്റി വരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി. അപ്പം സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. സ്ത്രീകൾ സിനിമയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സിനിമയിൽ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളിലും എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് കൃത്യമാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അത് സിനിമയിൽ മാത്രമല്ല എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എന്തിന്? നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം എടുത്തു നോക്കാം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ രാത്രി 9 മണിയാകുമ്പോൾ നമ്മളെ പഠിപ്പിക്കാനിരിക്കുന്ന, നമ്മളെ ജനാധിപത്യവും ഒക്കെ പഠിപ്പിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് 16 സെക്കൻഡൊക്കെ കഥാപ്രസംഗം നടത്തുന്ന പല മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന പലരും പലതരത്തിൽ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് മോശമായ രീതിയിൽ മെസ്സേജ് അയച്ചതിന് ശേഷം രാജിവെച്ച് പുറത്തുപോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് വീണ്ടും ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളിലുണ്ട്. രാജിവെച്ച് പോയ റിപ്പോർട്ടർ ഒരു മാധ്യമത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരെ അതിഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങളിലെ ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയും അവതാരികമാരും ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം സ്ഥാപനത്തിൽ, സ്വന്തം മേഖലയിൽ നടക്കുന്ന പല പീഡനങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട്
ബാക്കിയുള്ള ഇടങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുടെ ശുഷ്കാന്തി എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇതിനകത്തൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ പലരും നിയമ നടപടിയായി മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാധ്യമങ്ങളല്ലല്ലോ ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കേണ്ടത്. മാധ്യമങ്ങളല്ലല്ലോ ഇവിടെ ജയിലിന്റെ കൺട്രോൾ ചെയ്യുന്നത്. മാധ്യമങ്ങളല്ലല്ലോ. കോടതി എന്ന് പറയുന്നത് ഇവിടെ ഒരു സംവിധാനമുണ്ട്, നിയമ സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിലേക്ക് പലരും പോകത്തില്ല. ചില ആൾക്കാർ ഒരു തീപ്പൊരി ഡയലോഗൊന്നും അല്ല, ഈ ഊളകൾക്കൊന്നും പിന്നാലെ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം. ഇതൊന്നും ചെയ്യുന്നുമില്ല. പലരും ഇവിടെ സംസാരിച്ചിട്ട് അത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഈ ഒരു സമയം കൊണ്ട് പലരും, നമുക്കറിയാത്ത പലരും ഫേമസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. രേവതി സമ്പത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ഗുരുതരമായ രീതിയിലുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഈ രേവതി സമ്പത്തിന്റെ 3 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. രേവതി സമ്പത്ത് എന്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി, മെന്റലി, വെർബലി, ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ, പേഴ്സണൽ, സ്ട്രേഞ്ച്, സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിന്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. രാജേഷ് എന്നുള്ള രീതി സംവിധായകൻ, സിദ്ദിഖ് നടൻ, ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ, ഷിജു നമ്മുടെ ബിഗ് ബോസിലൊക്കെ പോയ ഷിജു, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഇസഫ് ബാങ്കിന്റെ ഏജന്റ് ഒരു പയ്യനുണ്ട്, ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അങ്ങനെ പലരുടെയും പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പേരുകൾക്കിടയിലുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. രേവതി സമ്പത്തിനെതിരെ ഫാഷൻ ലീഗ് സംഘാടകൻ അഖിൽ ദേവ് എന്നുള്ള രീതി, അഖിൽ ദേവിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് നമുക്ക് ഓൺലൈനിൽ നിന്ന് അവൈലബിൾ ആണ്, ന്യൂസ് 8-ൽ അത് അവൈലബിൾ ആണ്. സഹപാഠിയെ നഗ്ന വീഡിയോ പകർത്തിയ നടി രേവതി സമ്പത്തിനെ യൂണിവേഴ്സിറ്റി പുറത്താക്കി എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊരു ഗുരുതരമായ ഒരു കാര്യമല്ലേ? ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ചൈനയിൽ പഠിക്കാൻ പോയി. മറ്റൊരു പെൺകുട്ടിയോടെ ഉണ്ട്, 2 പേരെയാണ് പുറത്താക്കിയത്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ചൈനയിൽ പഠിക്കാൻ പോയിട്ട് അവിടെ കൂടെയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തി. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഇവരെ പുറത്താക്കി. ഇവർക്കൊരു ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? മറ്റൊരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയ കേസിൽ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള രേവതി സമ്പത്തിനെ പുറത്താക്കി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അവിടെയുള്ള ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക്, ഇവർക്ക് നേരെ 10-30ഓളം വിദ്യാർത്ഥികൾ ഇവരെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ മാനേജ്മെന്റിന് ഒപ്പിട്ട് കൊടുത്ത പരാതികളുണ്ട്. ഗുരുതരമായ രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സഹപാഠിയുടെ ഒരു നഗ്ന വീഡിയോ പകർത്തിയ ഒരു പെൺകുട്ടി ഈ മീഡിയയിൽ വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാനിപ്പം പറയുന്നില്ല. പെണ്ണായതുകൊണ്ട് മാത്രം ഇവർ പറയുന്നതെല്ലാം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം അവരുടെ പാസ്റ്റ് അത്യാവശ്യം മഹാബോറായിട്ടുള്ള പാസ്റ്റാണ്. എപ്പോഴും ഈ ആരോപണത്തിന്റെ പേരിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീകളും മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. അപ്പൊ എല്ലാ ആരോപണങ്ങളും കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് സ്ത്രീകൾ അമ്മയാണ് ദേവിയാണ്. എല്ലാ സ്ത്രീകളും അമ്മയല്ല ദേവിയല്ല. ഫ്രോഡായിട്ടുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ TRPയുടെ പിന്നാലെ ഓടുകയാണ്. പണ്ട് സരിതയുടെ പിന്നാലെ ഓടിപ്പോരെ. അന്ന് ഉമ്മൻചാണ്ടിയെ കൊല വിളിച്ച ആൾക്കാർ ഉമ്മൻചാണ്ടി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത കണ്ണുനീരും ബഹളവും ഗാന്ധി 2 ആക്കി ഉമ്മൻചാണ്ടിയെ. അന്ന് ഉമ്മൻചാണ്ടിയെ പീഡനവീരനാക്കിയ ആൾക്കാരും ഇപ്പം മിണ്ടുന്നുമില്ല. ഇത്രയുള്ള കാര്യം. നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ വേ പോകണം. ഇവിടെ സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും അല്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഫേമസ് ആയിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റും ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. അതോടെ പേജ് കാണുന്നവർ ഫോളോ ചെയ്യാം.